ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഇഫ്താർ വ്ളോഗ് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ട്, അതായത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളെയൊക്കെ റെഡിയാക്കി നമ്മൾ എല്ലാ തയ്യാറെടുപ്പോടും കൂടി പോവുകയാണ്. അപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ പത്തിരിയും എല്ലാമായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. അപ്പം ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ടുള്ള ഇഫ്താറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായിൽ ഹാഫ് ഡെസേർട്ടിലാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 40-45 ഫാമിലീസോളം ഇന്നവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു വലിയ ഒരു ഇഫ്താർ മീറ്റാണ് നമ്മളിപ്പോൾ ഹാഫ് ഡെസേർട്ടിൽ കൂടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വർസാനിൽ നിന്ന് ഹാഫ് ഡെസേർട്ടിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ല. ഒരു 15-20 മിനിറ്റ്സ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ഹാഫ് ഡെസേർട്ടിൽ എത്തും. അപ്പോൾ നമുക്ക് അക്കാഡമിക് സിറ്റിയിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഇഫ്താർ സ്പോട്ടിലേക്ക് എത്താൻ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ പിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ ഹക്കീമും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഇഫ്താർ സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ ആ ഒരു സ്പോട്ടിൽ ഏകദേശം എത്തിയത്. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ലേറ്റായി. എങ്കിലും നമ്മൾ ഒരു 30 മിനിറ്റ്സ്, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തു. എല്ലാവരുമായിട്ടും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷവും നമുക്ക് ഒരുപാട് നേരം എല്ലാവരുമായിട്ടും ഇരിക്കാൻ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ലേറ്റ് നൈറ്റ് ഇവിടെ നിന്ന് പിരിയുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഹാഫ് ഡെസേർട്ടിലൂടെ കുറച്ച് നാൾ മുന്നേ ഒരു ഗ്രില്ല് പരിപാടിയൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതൊക്കെ നമ്മൾ ഈ ഹാഫ് ഡെസേർട്ടിൽ തന്നെയാണ്, അതിൻ്റെ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടായിരുന്നു ഗ്രില്ലും കാര്യങ്ങളൊക്കെ. ഇത് ഇഫ്താർ ആയതുകൊണ്ട് തന്നെ, ഇഫ്താർ മീറ്റ് ആയതുകൊണ്ട് തന്നെ, പിന്നെ ക്രൗഡ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ കുറേ ഡെസേർട്ടിൻ്റെ ഉള്ളിലൊരു സ്ഥലത്താണ് നമ്മുടെ ഇഫ്താർ മീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുമല്ല, ഹാഫ് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ഒരു മോസ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു പള്ളിയുടെ ഏകദേശം തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഒരു ഇഫ്താർ മീറ്റ് വെക്കുന്നത്. അതാകുമ്പോഴത്തേനും നമ്മുടെ ഇഫ്താറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രയറിനുള്ള സൗകര്യവും എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മളിതാ കുറേ വിട്ടു, ഒരു 10 മിനിറ്റ്സോളം ഡെസേർട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തു. ഡെസേർട്ടിൻ്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇഫ്താർ മീറ്റിംഗ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തി, ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. അപ്പോൾ എല്ലാവരും ഐറ്റംസൊക്കെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും എല്ലാം റെഡിയാക്കുന്ന തിരക്കിലൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള മാറ്റെല്ലാം അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഏതായാലും ഒരു 5:30 കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഇഫ്താർ മീറ്റിംഗ് പ്ലേസിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇഫ്താർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ലേഡീസ് എല്ലാവരും കൂടി വളരെ ഫ്രീ ആയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതും എല്ലാം ആണുങ്ങൾ തന്നെയാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സൺസെറ്റും എല്ലാം കണ്ടുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ നേരം ഡെസേർട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ നേരം എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡെസേർട്ടിൻ്റെ കുറേ ഉള്ളിൽ കയറി കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഹാഫ് ഡെസേർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഉള്ളിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മോസ്കും ആ മോസ്കിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമ്മുടെ ഇഫ്താർ മീറ്റിംഗ് പ്ലേസും എല്ലാം ഭയങ്കര. അപ്പോൾ എല്ലാ ഫാമിലീസും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കടെ ഫുൾ ഫ്രണ്ട്സ്, അതായത് നമ്മുടെ ഈ ഒരു ഡെസേർട്ട് ഗ്രൂപ്പിൻ്റെ പേരെന്ന് പറയുന്നത് റെഡ് ഫോക്സ് എക്സ്പ്ലോറേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. അതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഫ്താറിന് നമ്മുടെ ഡെസേർട്ട് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ആളുകളുണ്ട്, ഒരു 10-40 ഫാമിലീസ് ഓളം ഉണ്ട്. അപ്പോൾ കുട്ടികളായിട്ടും ഫാമിലീസൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വന്ന് എല്ലാവരും അതിൻ്റേതായ അറേഞ്ച്മെൻറ്റ്സ് പ്രിപ്പറേഷനൊക്കെ നടത്തുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മോസ്ക് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പ്രയറിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ എന്താണ് വാഷ്റൂം ഫെസിലിറ്റിയും എല്ലാം വളരെ ഈസി ആയിട്ട് അവൈലബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസായിട്ട് നമ്മുടെ വാട്ടർ മെലൺ, അതുപോലെ തന്നെ ആ ഒരു എന്താ റൂഹ് അഫ്സ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് കട്ട് ഫ്രൂട്ട്സ് വിത്ത് ആ ഒരു ഡ്രിങ്ക്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ബൗളും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും എന്താ പറയുക, എല്ലാ മാറ്റിലും ഒരുപാട് ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസും നമ്മുടെ ആ ഒരു ലബനും അതുപോലെ തന്നെ വെള്ളവും എല്ലാം വെച്ച് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഡേറ്റ്സ്, മുസമ്പി, അതുപോലെ തന്നെ വാട്ടർ മെലൺ, 2 ടൈപ്പ് ഗ്രേപ്സ് ഒക്കെ ആയിരുന്നു, ഓറഞ്ചൊക്കെ ആയിരുന്നു. പിന്നെ സ്നാക്സായിട്ട് നമുക്ക് സമൂസ, 2 ടൈപ്പ് സമൂസ, ചീസ് സമൂസയും അതുപോലെ തന്നെ ചിക്കൻ സമൂസ, പിന്നെ ബീഫ് കട്ട്ലേറ്റ്, പിന്നെ ഒരു സ്പെഷ്യൽ പരിപ്പുവട, അത് ഞാൻ കാണിക്കാം, ഒരു എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ പരിപ്പുവട, അങ്ങനെ എല്ലാം, പിന്നെ ജ്യൂസ്, വെള്ളം എല്ലാം. അപ്പം നമ്മളിതാ എല്ലാവരും ധൃതി വെച്ചിട്ട്, അപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കാനുള്ള സമയമായി, നോമ്പുതുറയുടെ സമയമായപ്പോഴത്തേനും നമ്മളിതാ ഫ്രൂട്ട്സും ഡേറ്റ്സും എല്ലാം അടുത്തടുത്ത് വെച്ച് ബാങ്ക് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്ന് നോമ്പൊക്കെ തുറന്നു. അപ്പം നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മെയിൻ കോഴ്സ്, അതായത് ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പരിപാടി പ്രയർ, നമ്മൾ നിസ്കരിക്കാനായിട്ടുള്ള പ്രയർ മാറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റാണ്, ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. അപ്പോൾ ഇത്താമാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് നിസ്കരിക്കാനുള്ള പ്രയർ മാറ്റും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി ഒരു ചായ കുടിച്ചു. ഈ ഒരു പരിപ്പുവട എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയും സ്നാക്സും കുറച്ചും കൂടി കഴിച്ച് എല്ലാവരുമായിട്ടും വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് ഫ്രീ ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബുഫേ ആയിരുന്നു, നമ്മുടെ ഫുഡെന്ന് പറയുന്നത് ബുഫേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ബീഫ് കറിയും നൈസ് പത്തിരി, പൊറോട്ട, ഗീ റൈസ് കോംബോ, അങ്ങനെ ഫുഡും കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഫ്രൂട്ട്സും സ്നാക്സും ചായയൊക്കെ കുടിച്ചുകൊണ്ട് വലിയ വിശപ്പില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുത്തു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹാഫ് ഡെസേർട്ടിലെ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.